അപ്പോൾ ഈ മാപ്രകൾ അങ്ങനെ പറഞ്ഞുകൂടാ. ഈ നമ്മുടെ മാധ്യമങ്ങൾ എന്താ പറയുമല്ലോ, കേരളം ചോദിക്കാത്തോണ്ട് കിട്ടാണ്ടിരിക്കുകയാണ്, കത്തിന് മറുപടി പറയാത്തോണ്ട് തരാത്തല്ല. കേന്ദ്രം തരാത്തൊരു കുറ്റം ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുന്ന കുറ്റം നമ്മൾ ചോദിച്ചതിൽ തെറ്റി. ഒരിക്കലും ഇവരെല്ലാം കൂടി എഴുതില്ലോ, ചോദിച്ചതിൻ്റെ അളവ് കൂടിപ്പോയി. കിട്ടാത്തതിൻ്റെ കാരണേ ചോദിച്ചതിൻ്റെ അളവ് കൂടിപ്പോയി എന്ന്. ഏറ്റവും കൂടുതൽ കണക്കറിയുന്നവരൊക്കെ ഈ പത്രാഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. TV ചാനലിലും മറ്റേ 9 മണി ചർച്ചേൻ്റെ ആങ്കറുമായിട്ട് ഇരിക്കുന്ന പോലെ ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും വലിയ ശാസ്ത്രകാരന്മാരും കണക്ക് വിദഗ്ധന്മാരും ആണല്ലോ ഭാര്യ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്നത് ഇതിനാണല്ലോ സർവ്വവിജ്ഞാന കോശം. അവിടുന്ന് ഞാൻ ബാക്കി പറയുന്നില്ല. അവിടെയാണ് കുട്ടികൾ മൂത്രപ്പരയിൽ ദുഃഖം എഴുതി വയ്ക്കുന്നത്. പഠിച്ചു പോകണം മാപ്ര അവിടെ മറ്റേ ഈ ആങ്കർമാർ. പക്ഷേ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അല്ല, പ്രയോഗം ശരിയോ തെറ്റെന്ന് പറയാം. നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നാണ്. പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ചോദിക്കായിരുന്നത്? അന്ന് പ്രസംഗത്തിൽ ശേഷം ചോദിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിഘണ്ടൂര് നോക്കണം. ഏതെങ്കിലും രീതി നോക്കണ്ടേ നിങ്ങൾ? വെറുതെ എന്നോട് ചോദിക്കുക. മാപ്ര എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല. പക്ഷെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ, അതിന്റെ ആദ്യത്തെ മാ പിന്നെ പ്ര. മാധ്യമപ്രവർത്തകർ പരിഹാസ രൂപേണ പറയുന്നതാണ് മാപ്ര എന്നുള്ളത്. അത് സൈബറിടത്തിൽ മാത്രമേ കേൾക്കാറുള്ളൂ. മാധ്യമപ്രവർത്തകർ എങ്ങനെ പരിഹാസാകുക? മാധ്യമപ്രവർത്തകർ മഹനീയമായൊരു ജോലിയല്ലേ. അതിനെന്താ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കുഴപ്പം? ഇനി എന്താ ഞങ്ങൾ വിളിക്കേണ്ടത്? പിന്നെ നിങ്ങൾ ചോദിക്കും, പറയും മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? അത് വിളിക്കാം, നമുക്ക് പ്രശ്നം. മാപ്ര എന്നുള്ള സൈബർ ഇടത്തിൽ പരിഹസിക്കാൻ വേണ്ടി, അവഹേളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുരുക്കപ്പേരാണല്ലോ. പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഉപയോഗിക്കുന്നതല്ല പ്രശ്നം, അതിന്റെ കൃത്യമായ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം. പോരെ? ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ധാരാളം കാര്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിന് ഒപ്പം ചേർത്ത് മാപ്ര പറഞ്ഞാൽ മാപ്രയും. സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ? മാപ്ര എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് ഗോവിന്ദ ഏതാ പത്രം? 24 നാളെ വാർത്ത വേണം. ആ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എന്നോട് ചോദിക്കണ്ട കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ കമ്മികൾ എന്ന പ്രയോഗം കൂടി ഉണ്ട്. അപ്പൊ അതുപോലെ പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ്. പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗം ഞാനിപ്പോ പറയുന്നില്ല ഇവിടെ. എന്തെല്ലാം പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗം ഇവിടെ ചർച്ച ഉണ്ടായിരുന്നു. അതുപോലെയാണ് മാപ്ര. അതുപോലെയല്ല കേട്ടാ. വെറുതെ ആവശ്യമില്ലാതെ താരതമ്യം വേണ്ട.